കേരളത്തെ പ്രശംസിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം ഒന്നാമതെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിലെന്നും ഗവർണർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളം കൈവരിച്ചത് വലിയ പുരോഗതിയെന്നും ചാൻസലർ എന്ന നിലയിൽ ആ സംവിധാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്നും ഗവർണർ പറഞ്ഞു. Very big things which have happened to this university, and just now somebody was telling me, even the president of India was earlier K.R. Narayanan, was a student of this university. So such heights we have achieved, and that is because of the people and all the people, students, professors of yesteryears and today. This credit goes to you all. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കമലേഷ്, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. ബീഹാറിലടക്കം ഗവർണറായിരുന്നയാളാണ്. RSSന്റെ ദേശീയ നേതാവാണ്. അവിടെ എല്ലാം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും കേരളം പോലെ ഒരു സംസ്ഥാനം കണ്ടിട്ടില്ല. കേരളം എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർലേക്കർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്, ഇങ്ങനെ കേരളത്തെ പ്രശംസിച്ചത്? സിജു, ഇന്ന് കേരള സർവകലാശാലയുടെ ബജറ്റ് സെഷൻ സെനറ്റ് യോഗം നടക്കുകയാണ്. ഇന്ന് ഈ ബജറ്റ് യോഗത്തിലാണ് അദ്ദേഹം ഇന്ന് സെനറ്റിനെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ഈ സെനറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കേരളത്തെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത്. വലിയ നിലയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിലാണ് കേരളമുള്ളത്. മറ്റിടങ്ങളിലൊക്കെ, അതായത് മറ്റ് പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ജീവിച്ചിട്ടുള്ള ആളാണ് താൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇക്കാര്യം ആധികാരികമായി പറയാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വലിയ പുരോഗതി കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഈ സംവിധാനത്തിന്റെ ഭാഗമായി താൻ വരികയാണ്. അതിൽ തനിക്ക് വലിയ അഭിമാനമുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ കുട്ടികൾ സംസ്ഥാനം വിട്ടു പോകുന്നത് അടക്കമുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി, അത് ബീഹാറിൽ അദ്ദേഹം നേരത്തെ ഗവർണറായി ഇരുന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ വലിയ ഒരു ഒഴുക്കാണ്. ഈ കുട്ടികൾ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സംസ്ഥാനത്ത് പഠിക്കുന്ന ഒരു സാഹചര്യം ബീഹാറിൽ ഇല്ല. മറ്റിടങ്ങളിലേക്കൊക്കെ പോകുന്നു. കേരളത്തിലേക്ക് ഉൾപ്പെടെ കുട്ടികൾ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. കേരളത്തിലും അത്തരത്തിൽ ചില ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേരള വിരോധിയായ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ യഥാർത്ഥ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞത്.